ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം അൻവാഉൽ മുസ്തഹാദത്ത്, ഇസ്തിഹാദത്ത് ഉള്ള സ്ത്രീകളുടെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ചാണ്. അൻവാഉൽ മുസ്തഹാദത്ത്, ഇസ്തിഹാദത്തുകാരികൾ പലതരക്കാരികളാണ്. ഓരോ തരം ഇസ്തിഹാദത്തുകാരികൾക്കും പ്രത്യേകം നിയമങ്ങളുണ്ട്. അവ വിശദീകരിക്കലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക. ഇസ്തിഹാദത്തുള്ള സ്ത്രീ മുബ്തദഅത്തും മുമയ്യിസത്തുമാണെങ്കിൽ, അതായത് തുടക്കക്കാരിയാണെങ്കിൽ, ആദ്യമായി ഹൈളുണ്ടാകുന്ന സ്ത്രീയാണെങ്കിൽ, അതോടൊപ്പം മുമയ്യിസത്തുമാണെങ്കിൽ, അതായത് അവൾക്കുണ്ടാകുന്ന രക്തങ്ങളിലെ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും തിരിച്ചറിയുന്നവളുമാണെങ്കിൽ, അവിടെ ഈ രക്തങ്ങളിൽ നിന്ന് ശക്തി കൂടിയത് ഹൈലും ശക്തി കുറഞ്ഞത് ഇസ്തിഹാദത്തുമാണ് എന്നാണ് വിധിക്കപ്പെടുക. അപ്പോൾ ശക്തി കൂടിയത് ശക്തി കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കട്ടി കൂടിയതും കുറഞ്ഞതും വന്നാൽ കട്ടി കൂടിയത് ശക്തിയുള്ളതാണ്. സ്മെല്ലുള്ളതും ഇല്ലാത്തതും വന്നാൽ സ്മെല്ലുള്ളത് ശക്തിയുള്ളതാണ്. അതുപോലെ കറുപ്പും ചുവപ്പും വന്നാൽ കറുപ്പ് ശക്തിയുള്ളത്, ചുവപ്പും തവിട്ട് നിറവും വന്നാൽ ചുവപ്പിനാണ് ശക്തി, തവിട്ട് നിറവും മഞ്ഞ നിറവും വന്നാൽ തവിട്ട് നിറത്തിനാണ് ശക്തി, മഞ്ഞയും മങ്ങിയ കളറും വന്നാൽ മഞ്ഞക്കാണ് ശക്തി. അപ്പോൾ ശക്തിയുള്ളത് ഹൈലും ശക്തിയില്ലാത്തത് ഇസ്തിഹാദത്തുമായി തീരുമാനിക്കപ്പെടും. ശക്തിയുള്ളത് ഹൈലാണെന്ന് തീരുമാനിക്കപ്പെടണമെങ്കിൽ 24 മണിക്കൂറിനേക്കാൾ അത് കുറയരുത്. അതോടൊപ്പം തന്നെ 15 ദിവസത്തിനേക്കാൾ കൂടുകയും ചെയ്യരുത്. അതോടൊപ്പം ശക്തി കുറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയ ശുദ്ധിയായ 15 ദിവസത്തേക്കാൾ കുറയുകയും ചെയ്യരുത്. എന്നാൽ മാത്രമേ ഈ വിഭാഗത്തിൽ ആ സ്ത്രീ പെടുകയുള്ളൂ. അതായത് മുബ്തദഅത്തും മുമയ്യിസത്ത് എന്ന വിഭാഗത്തിൽ. ഹൈദ് ശക്തിയുള്ളത് ഹൈദും ശക്തിയില്ലാത്ത ഇസ്തിഹാദത്തും എന്ന് വിധിക്കപ്പെടുന്ന ഈ വിഭാഗത്തിൽ പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം പല രക്തങ്ങൾക്കിടയിൽ വിവേചനമില്ലാത്ത തുടക്കക്കാരിയുടെ വിഭാഗത്തിലാണ് ഇവൾ പെടുക. മുബ്തദഅത്തുൻ ഗൈറു മുമയ്യിസത്ത് എന്നാണ് അവൾക്ക് പറയുക. അവളുടെ നിയമങ്ങൾ പിന്നീട് വിശദീകരിക്കും. ആദ്യമായി ഹൈദുണ്ടാകുന്ന ഒരു സ്ത്രീ 15 ദിവസം കഴിഞ്ഞിട്ടും ഹൈദ് നിന്നില്ല എങ്കിൽ അവൾക്ക് ഇസ്തിഹാദത്താണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഇവൾക്ക് ഈ വരുന്ന രക്തങ്ങളിൽ നിന്ന് ഹൈദ് എത്ര ദിവസമാണ്, ഇസ്തിഹാദത്ത് ഏതാണ്, ഹൈദ് ഏതാണ് എന്ന് തീരുമാനിക്കപ്പെടണം. അതിനുള്ള ഒരു മാർഗമാണ് അവൾ മുമയ്യിസത്താണോ അല്ലേ, അതായത് അവളുടെ രക്തം ശക്തിയുള്ളതും അല്ലാത്തതും തിരിച്ചറിയുന്നവളാണോ അല്ലേ എന്ന് നോക്കണം. ശക്തിയുള്ളതും അല്ലാത്തതും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ശക്തിയുള്ളത് ഹൈദും അല്ലാത്തത് ഇസ്തിഹാദത്തുമാണെന്ന് കണക്കാക്കപ്പെടും. ഇങ്ങനെയുള്ള, അതായത് ശക്തിയുള്ളതും ശക്തിയില്ലാത്തതും തിരിച്ചറിയുന്ന തുടക്കക്കാരി, അതാണ് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചത്. മുബ്തദഅത്തുൻ ഗൈറു മുമയ്യിസത്ത്. ഇനി രണ്ടാമത്തെ വിഭാഗം മുബ്തദഅത്തുൻ ഗൈറു മുമയ്യിസത്താണ്. അതായത് തുടക്കക്കാരി തന്നെയാണ്, പക്ഷേ ശക്തിയുള്ളതും അല്ലാത്തതുമായ രക്തങ്ങൾ അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എങ്കിൽ അവളുടെ നിയമം ആദ്യത്തെ
ആ 24 മണിക്കൂർ ഹൈദും പിന്നീട് 29 ദിവസം ഇസ്തിഹാദത്തുമായിട്ട് കണക്കാക്കപ്പെടും ഓരോ മാസത്തിൽ നിന്നും ആദ്യത്തെ ദിവസം ഹൈദും പിന്നീടുള്ള 29 ദിവസം ഇസ്തിഹാദത്തുമായിട്ട് കണക്കാക്കപ്പെടും. ഇനി അർത്ഥം ശ്രദ്ധിക്കുക. അൻവാഉൽ മുസ്തഹാദത്ത്, കാരികളുടെ വിഭാഗങ്ങൾ. ഇൻകാനത്തിൽ മുസ്തഹാദത്തു, ഇസ്തിഹാദത്തുള്ള സ്ത്രീയാണെങ്കിൽ മുബ്തദഅത്തൻ, തുടക്കക്കാരിയാണെങ്കിൽ മുമയ്യിസത്തൻ, വേർതിരിച്ചറിയുന്ന, ബൈനദ്ദമി കവിയെ, ശക്തിയുള്ള രക്തത്തിൻ്റെ ഇടയിലും, വല്ലഈഫി, ശക്തിയില്ലാത്ത രക്തത്തിൻ്റെ ഇടയിലും വേർതിരിച്ചറിയുന്നവളും തുടക്കക്കാരിയുമാണെങ്കിൽ ഫൽ കവിയു ഹൈദുൻ, ശക്തിയുള്ള രക്തം ഹൈദുൻ, അത് ഹൈദാണ്. വല്ലഈഫു, ശക്തി കുറഞ്ഞ രക്തം ഇസ്തിഹാദത്താണ്. ഇനി വൈൻകാനത്ത്, ഇനി അവളാണെങ്കിൽ മുബ്തദഅത്തൻ, തുടക്കക്കാരിയും, ഓയിറ മുമയ്യിസത്തിൻ, അതോടൊപ്പം ശക്തിയുള്ളതും അല്ലാത്തതും തിരിച്ചറിയാത്തവളുമാണെങ്കിൽ ഫഹൈദുഹ, അവളുടെ ഹൈദ് യൗമുൻ വലൈല, ഒരു രാപ്പകലാണ്. തുഹുറുഹ, അവളുടെ ശുദ്ധി 29 ദിവസമാണ്. മിൻകുല്ലി ഷഹരിൻ, ഓരോ മാസത്തിൽ നിന്നും.